നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന രസമാണ്. അതിനാവശ്യമായത് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ഇച്ചിരി ജീരകം, ഇച്ചിരി ഉലുവാപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഈ ചതച്ചെല്ലാം നമ്മളൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ചട്ടി വെച്ച് എണ്ണ ഒഴിക്കാം. ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. നമുക്കത് കടുക് പൊട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന മസാല ഇതിലോട്ട് ഇടാം. നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കണം. ഇത്രയും പുളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. ഈ ഗ്ലാസിൻ്റെ അളവിൽ 2 ഗ്ലാസ് പുളിവെള്ളം ഒഴിക്കാം. അതിലേക്ക് 2 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. പുളിവെള്ളം എന്നിട്ട് നമ്മൾ തിളയ്ക്കാൻ വിടണം. ഈ സ്പൂണിൽ നമുക്ക് 2 സ്പൂൺ ഉപ്പിടാം. അടുത്ത 1 സ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് തിളച്ചതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഓക്കെ, ഇത് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. കറിവേപ്പില ഉള്ളവർ കറിവേപ്പില ഇടാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ട